റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഫജ്റിന് ശേഷവും സുബ്ഹിന് ശേഷവും ചെയ്ത ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹു ഉപകാരപ്രദമായ വിജ്ഞാനവും നല്ല ഉപജീവനവും നല്ല റിസ്ഖും അതുപോലെ സ്വീകരിക്കപ്പെടുന്ന കർമ്മവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദിവസവും രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തേടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഓരോ ദിവസത്തെയും ലക്ഷ്യമാണ് ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുക എന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലും ഉപകാരമുള്ള ഒരു അറിവ് പഠിക്കാതെ പാഴായി പോകാതിരിക്കാൻ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇതാണ് നമ്മെ ഉയർത്തുന്നത്. ഇതിനോളം നമ്മെ ഉയർത്തുന്ന മറ്റൊരു കാര്യവുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രായം ചെന്ന, തൊലി ചുളിഞ്ഞ, തല നരച്ച, സംസാരിക്കാൻ ശ്രമിച്ചാൽ ശബ്ദം വളരെ പതിന്നു മാത്രം പുറത്തേക്ക് വരുന്ന 70, 80, 90 പ്രായം ചെന്ന മഹാന്മാരായ ഉലമാഇനെ, പണ്ഡിതന്മാരെ, അവരെ തേടി വിദൂരമായ ദേശങ്ങളിൽ നിന്ന്, വിദൂരമായ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. പലരും വരുന്നത് കുറേ സമയം അദ്ദേഹവുമായി കൂടിയിരിക്കാം എന്ന് കരുതിയിട്ടല്ല. ചിലപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് കാണാനും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും മാത്രം. എന്താണ് അവരെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? അറിവാണ്, മറ്റൊന്നുമല്ല. എന്നാൽ അതേ അവസ്ഥയിൽ നിങ്ങൾ സമ്പന്നരായ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതേ പ്രായത്തിലെത്തിയ ആളുകൾ, അവർ പലരും വീട്ടിൻ്റെ ഒരു മൂലയിൽ കഴിയുകയാണ്, ഒരാളും നോക്കാതെ. എന്ന് പറഞ്ഞാൽ ഒരാളും എന്തെങ്കിലും ആവശ്യത്തിന് തേടി വരാതെ, മറിച്ച് അവരെ സഹായിക്കാനും മറ്റുമൊക്കെ ചിലപ്പോൾ ആളുകൾ ഉണ്ടാകാം. പക്ഷേ ജനങ്ങൾക്ക് നീ ഈ രൂപത്തിൽ പ്രായം ചെന്നാലും നിന്നെ വേണ്ടി വരും, നിന്നെ കൊണ്ട് ഉപകാരമുണ്ടാകും. അറിവ് നീ പഠിച്ചാൽ റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ്, മുൻഗാമികളിൽപ്പെട്ട മഹാനാണ്. റബീഅത്തുർ റഈ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യശേഷിയുമെല്ലാം കാരണത്താൽ റബീഅത്തുർ റഈ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. റഈ എന്നാൽ നല്ല അഭിപ്രായവും അതുപോലെ വീക്ഷണവും ഒക്കെ പറയാൻ പറ്റിയ ആൾ എന്ന അർത്ഥത്തിലാണ് റബീഅത്തുർ റഈ എന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് സഹീഹിൽ കിതാബുൽ ഇൽമിൽ ഉദ്ധരിച്ചത് കാണാം. അദ്ദേഹം പറഞ്ഞു, ലാ യംബഗി ലിമൻ ഇൻദഹു ശൈഉൻ മിനൽ ഇൽമി അൻ യുദയ്യ നഫ്സഹു. എന്തെങ്കിലുമൊക്കെ അറിവ് പഠിച്ച ഒരാൾ അവനവനെ പാഴാക്കി കളയരുത്, കൊണ്ടുപോയി സ്വയം തുലച്ച് കളയരുത്. ആ അറിവ് നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും അതുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കണം. എന്തെങ്കിലും ഒക്കെ അറിവ് ഒരാളുടെ പക്കലുണ്ട് എങ്കിൽ അവനവനെ തുലച്ച് കളയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അറിവിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവുമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ആളുകൾ പ്രായമേറിയിട്ടും തേടി വരാൻ കാരണമാകുന്ന കാര്യമാണ്. അതെല്ലാം അറിവിൻ്റെ സമറാത്താണ്, ഫലങ്ങളാണ്. ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുന്ന സൽഫലങ്ങൾ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി അറിയപ്പെട്ടൊരു വാചകമാണ്, ആർക്കെങ്കിലും ദുനിയാവിൻ്റെ ഖൈർ വല്ലതും വേണോ, അവൻ മതവിജ്ഞാനം തേടിക്കൊള്ളട്ടെ, പഠിച്ചുകൊള്ളട്ടെ. ആഖിറത്തിൻ്റെ ഖൈർ, പരലോകത്തെ ഖൈർ ആർക്കെങ്കിലും വേണോ, അവൻ അറിവ് പഠിച്ചുകൊള്ളട്ടെ. ആർക്കെങ്കിലും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖൈർ ഒരുമിച്ച് വേണോ, അവൻ അറിവ് പഠിച്ചുകൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. സഹാബിമാരിൽ, മഹാന്മാരായ സഹാബിമാരിൽ അവർ ചെയ്ത വഖഫുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 കാര്യങ്ങൾ മരണത്തിന് ശേഷവും മുറിഞ്ഞു പോവുകയില്ല എന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ 3, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും 3 കാര്യങ്ങളിൽ നിന്നുള്ളതൊഴികെ. 1 മിൻ സദഖത്തിൻ ജാരിയ, ജാരിയത്തായ ഒരു സദഖ. 2 ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. 3 വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ നല്ലവനായ സന്താനം. ഒന്നാമത്തേതാണ് വഖഫ് എന്ന് പറയുന്നത്. അഥവാ അതിൻ്റെ വസ്തു എന്താണ് അതവിടെ പിടിച്ചു വെച്ച് അതിൻ്റെ ഉപകാരം ആളുകൾക്ക് ലഭിക്കുമാറ് എന്തെങ്കിലും ദാനം ചെയ്യുക. തഹ്ബീസുൽ അസ്ൽ വ തസ്ബീലുൽ മൻഫഅ എന്ന് പറയും വഖഫിന്. ഉദാഹരണത്തിന് ഒരാൾ ഒരു കിണർ കുഴിച്ചു, അതിൻ്റെ വെള്ളം ആളുകൾക്ക് കുടിക്കാം. കിണറാർക്കും വിറ്റുപോകുന്നില്ല, ദാനം കൊടുക്കുന്നില്ല, പക്ഷെ അതിലെ വെള്ളം ആളുകൾക്ക് ഉപകാരപ്പെടുകയാണ്. ഒരു കെട്ടിടം, അതിൻ്റെ വാടക മസ്ജിദിന് ഒരാൾ വഖഫ് ചെയ്യുകയാണ്. ഒരു തോട്ടം, അതിലെ കായ്കൾ വിറ്റുണ്ടാകുന്ന പണം യതീം മക്കൾക്ക് ഒരാൾ വഖഫ് ചെയ്യുകയാണ്. ഇത് ഒരാൾക്ക് മരണശേഷവും കിട്ടുന്ന അമലാണ്. രണ്ടാമത്തത് ഉപകാരപ്രദമായ വിജ്ഞാനം. ഒരാൾക്കൊരു നല്ല അറിവ് പഠിപ്പിച്ചു കൊടുത്തു, അയാളത് പാലിക്കുവോളം പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇല. ആരാണോ ഒരു നന്മ കാണിച്ചു കൊടുത്തത് അത് ചെയ്യുന്നവൻ്റെ പ്രതിഫലം പോലെ കാണിച്ചു കൊടുത്തവനുണ്ടാകും, ചെയ്യുന്നവൻ്റേത് ഒട്ടും കുറയാതെ. മൂന്നാമത്തേത് സാലിഹായ സന്താനം. സാലിഹായ ഒരു സന്താനം ആണോ പെണ്ണോ ആകട്ടെ നിനക്കുണ്ടോ, അവനെ കൊണ്ട് നിനക്ക് മരണശേഷവും ഉപകാരമുണ്ടാകും. അതിൻ്റെ മറുവശമാണ് സാലിഹല്ലേ, പിന്നെ നീ അവനിൽ നിന്നൊരു ഖൈറും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
നല്ല ആളല്ല, സലാഹില്ല, നന്മയില്ല എങ്കിൽ അവൻ ഉപയോഗമില്ലാത്തവനാണ്. നോക്കൂ നിങ്ങൾ, മരണശേഷവും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുള്ള ഈ 3 കാര്യങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇതിലേറ്റവും വലുത് രണ്ടാമത്തേതാണ്, ഉപകാരപ്രദമായ വിജ്ഞാനം. കാരണം അത് മറ്റു രണ്ടിനേക്കാൾ ദീർഘകാലം നിലനിൽക്കും. അതിനുള്ള ഉദാഹരണമാണ്, നിങ്ങൾ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ട സഹാബിമാർ ധാരാളം അവരുടെ വഖഫുകൾ മദീനയിലും അവർ ജീവിച്ച പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അവർ വഖഫ് ചെയ്ത തോട്ടങ്ങൾ, കിണറുകൾ, കെട്ടിടങ്ങൾ ഒക്കെ, സമ്പന്നരായ സഹാബത്ത് വഖഫ് ചെയ്ത വലിയ സമ്പത്തുകൾ. അതുപോലെ സഹാബികളിൽ എന്തെങ്കിലും ഒരു മഖ്ദിറ, എന്തെങ്കിലും ഒരു കഴിവുള്ളവരൊക്കെ വഖഫ് ചെയ്തിരുന്നു എന്നാണ്. ആളുകൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടാണ് പോയത് എന്നാണ്. പക്ഷേ നോക്കൂ, ഇന്ന് നമ്മൾ നോക്കിയാൽ അവർ ഇങ്ങനെ വിട്ടേച്ചു പോയ തോട്ടങ്ങളും കെട്ടിടങ്ങളും ഒന്നും പൊതുവെ ഇന്ന് കാണാനില്ല. അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദ്രവിച്ചുപോയി, നശിച്ചുപോയി, സ്വാഭാവികമാണ്. പക്ഷേ ഇന്നും ബാക്കിയുള്ളത് എന്താണ്? അവർ പഠിപ്പിച്ച വിജ്ഞാനം, അവർ കൈമാറിയ അറിവ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏതേത് വിജ്ഞാനമുണ്ടോ, അറിവുണ്ടോ, അതെല്ലാം സഹാബിമാർ വഴിക്ക് മാത്രം കിട്ടിയതാണ്. ഈ ഖുർആൻ നമുക്ക് ലഭിച്ചത് അവർ വഴിക്കാണ്. അവർ അത് മനഃപ്പാടമാക്കി കൈമാറിയതുകൊണ്ടാണ് കിട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസും ഒരു സഹാബി ഇല്ലാതെ നമുക്ക് കിട്ടുകയില്ല. ഒരു സഹാബി ഇല്ലാതെ താബിഈ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞാൽ ആ ഹദീസ് സ്വീകാര്യമല്ല എന്നതാണ് പൊതുവിലുള്ള നിയമം. പൊതുവിലുള്ള നിയമം എന്താണ്? അത് സ്വീകാര്യമല്ല എന്നതാണ്. സഹാബിയെ പറഞ്ഞിരിക്കണം, ഒരു സഹാബി ഉദ്ധരിച്ചതായിരിക്കണം. സഹാബത്തിൻ്റെ ശ്രേഷ്ഠതക്കുള്ള ഇത്രയും വലിയ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കാനുള്ള ഒരു കാരണവും അതാണ്. കാരണം അവരാണ് ഇതൊക്കെ കൈമാറിയത്. അതുകൊണ്ട് നമ്മുടെ ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ ഒരു പ്രതിഫലം അവർക്കും പോകും. നിങ്ങൾ നോക്കൂ, ധാരാളക്കണക്കിന് ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിമാരെ കുറിച്ച്. ഉദാഹരണത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ മഹാനായ സഹാബിയുടെ പേര് പരാമർശിക്കപ്പെടാത്ത അറിവിൻ്റെ ഏത് മജ്ലിസ് ഉണ്ടാകും? അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത അറിവിൻ്റെ മജ്ലിസുകളുണ്ടോ? ഹദീസുകൾ രേഖപ്പെടുത്തിയ കിതാബുകളുണ്ടോ? ഇതിൻ്റെ എല്ലാം പ്രതിഫലം ആ മഹാനായ സഹാബിക്ക് ലഭിക്കുന്നു. പറയട്ടെ, സഹാബിമാരിൽ അവരിൽ സമ്പന്നനായിരുന്നു അബൂ ഹുറൈറ? അല്ല, ദരിദ്രരിൽ ദരിദ്രനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ദരിദ്രരിൽ ദരിദ്രനായിരുന്നു. അഹ്ലുസുഫത്തിൽപ്പെട്ട ആളാണ് അബൂ ഹുറൈറ. അഹ്ലുസുഫത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്ന ആളുകളിൽ ഒരാൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി കൊണ്ട് മസ്ജിദിൽ ബോധം കെട്ട് വീഴാറുണ്ടായിരുന്നു, ബോധരഹിതനായി വീഴാറുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, ആ സഹാബിയുടെ പേര് അതാ എന്നുമെന്നും ഉയർന്നു കേൾക്കുന്ന രൂപത്തിൽ ബാക്കിയായിരിക്കുന്നു. എന്താണ് കാരണം? അറിവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം ഭരണാധികാരം ഒരു ഭാഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അവിടുത്തെ നിയമങ്ങളും മറ്റ് കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ച ഒരാളെ കണ്ടു. അപ്പം അദ്ദേഹത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ പകരം ആരെയാണ് ഏൽപ്പിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സയാണ് ഏൽപ്പിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആരാണ്? ഉമർ ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, മൗലൻ മിൻ മവാലീന, ഞങ്ങളുടെ കൂട്ടത്തിലെ അടിമകളിൽ ഒരാളാണ്. മൗല എന്നത് നേരത്തെ അടിമയായിരുന്ന പിന്നീട് മോചിപ്പിക്കപ്പെട്ട ആൾക്ക് പ്രയോഗിക്കാറുള്ള വാക്കുകളിൽ ഒന്നാണ്. അടിമ എന്ന അർത്ഥത്തിലും പറയാറുണ്ട്, യജമാനൻ എന്ന അർത്ഥത്തിലും മൗല എന്ന വാക്ക് ഉപയോഗിക്കും. നേരെ വിപരീതം വരുന്ന അർത്ഥങ്ങൾ ഒരേ വാക്കിന് അറബി ഭാഷയിൽ ഉണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാവും. അതിലൊന്നാണ് മൗല. ഖുർആനിലുണ്ടല്ലോ, യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈഅൻ, ഒരു മൗലയും മറ്റൊരു മൗലക്ക് ഉപകാരം ചെയ്യാത്ത നാൾ. ഒരു ഉടമയും ഒരു അടിമക്ക്, ഒരു അടിമയും ഒരു ഉടമക്കും ഉപകാരം ചെയ്യാത്ത നാളാണ്. അടിമകൾ അവരുടെ യജമാനനുമായി ബന്ധപ്പെട്ട ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് പഠിക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ പൊതുവെ അവർക്ക് ശേഷി കുറവായിരിക്കും, അല്ലെങ്കിൽ അതിന് അവസരം ലഭിച്ചിട്ടുണ്ടാവുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ ഒരാളെയാണ് അധികാരം ഏൽപ്പിച്ചത് എന്ന് കേട്ടപ്പോൾ ചോദിച്ചു, വല്ലൈത അലൈഹിം മൗല, അങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ അധികാരം ഏൽപ്പിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ഖാരിഉൽ ലിൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ്. വആലിമുൻ ബിൽ ഫറായിദ്, അദ്ദേഹം ഫറായിദ് പഠിച്ച ആളാണ്. ഫറായിദ് ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾക്കും പറയും, അതുപോലെ ഫരീദത്തായ വിജ്ഞാനങ്ങൾ, പഠിച്ചിരിക്കേണ്ട അറിവുകൾ എന്ന അർത്ഥത്തിലും ഇസ്ലാമിലെ നിർബന്ധമായ കാര്യങ്ങളും മറ്റും എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ദീൻ പഠിച്ച ആളാണ്. ഇത് കേട്ടപ്പോൾ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ, എങ്കിൽ അറിയുക, നിങ്ങളുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, അല്ലാഹു ഈ കിതാബ് കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അടിമയായിരുന്ന ഒരാൾ ആ നാട്ടിൻ്റെ ഭരണം കയ്യാളാൻ മാത്രം
ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ഉയർന്നത് ഒരു കാര്യം കൊണ്ടാണ്, അറിവുകൊണ്ടാണ്. മറ്റുള്ളവർ അദ്ദേഹത്തിന് കീഴിലായതും ആ അറിവുകൊണ്ട് തന്നെ. അതിലെ ഏറ്റക്കുറച്ചിനാണ്. ഒരു കവി പാടുകയുണ്ടായി, അൽ ഇൽമു മാലുൻ നഫീസുൻ ശഅനുഹു അജബു ലാ യുസ്റഖുൽ ഇൽമു ഔ മിൻ ദീഹി യുഗ്തസബു. അൽ ഇൽമു മാലുൻ നഫീസുൻ, അറിവ് അമൂല്യമായ സമ്പത്താണ്. ശഅനുഹു അജബു, അതിൻ്റെ കാര്യം അത്ഭുതമാണ്. ലാ യുസ്റഖുൽ ഇൽമു, അറിവ് ഒരാൾക്കും കട്ടെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഔ മിൻ ദീഹി യുഗ്തസബു, അല്ലെങ്കിൽ ഉള്ളവനിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് കൊണ്ടുപോകാനും കഴിയില്ല. എത്ര അറിവ് നിന്റെ പക്കലുണ്ടെങ്കിൽ നീ കൊടുത്താലല്ലാതെ ഒരാൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. നീ അറിയാതെ എടുക്കാനും കഴിയില്ല, അറിഞ്ഞുകൊണ്ട് നിന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോകാനും കഴിയില്ല. അതുകൊണ്ടാണ് പറയാറുള്ളത്, സമ്പത്തിന് നിന്റെ കയ്യിൽ എത്രയുണ്ടോ അതിന് നീ കാവൽ നിൽക്കണം, സൂക്ഷിക്കാനുള്ള പണി എടുത്തോളണം, അല്ലെങ്കിൽ അത് ആളുകൾ കൊണ്ടുപോകും. അറിവ് നിനക്ക് കാവലിരിക്കും, ഇൽമ് നിനക്ക് കാവലിരിക്കും, അത് നിനക്കുള്ള കാവലാണ്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ കാര്യം അത്ഭുതമാണ്, അത് മധുരമാണ്. ഒരാളതിൻ്റെ മധുരം നുണഞ്ഞാൽ അയാൾക്കതിനോടുള്ള പ്രിയം സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ നീയത്ത് പോലും മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് അതെത്തിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇബാദത്തായി ചെയ്യേണ്ട കാര്യമാണല്ലോ. പക്ഷേ ഇതിൻ്റെ മധുരം ഒരാൾ നുണഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിച്ചു, അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊരാൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് അറിവിനെക്കുറിച്ച്, അതിൻ്റെ നീയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നീയത്തു അസീസ്, നീയത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ അറിവ് ഇത് നമുക്ക് ഇഷ്ടം നൽകപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് ഇതിനോട് എന്തോ ഇഷ്ടം തന്നിരിക്കുന്നു. നീയത്ത് അതിലെപ്പോഴും പിടിച്ചു വെക്കുക എന്നത് എപ്പോഴും സാധ്യമാകാത്ത കാര്യമാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുക. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് എന്ന് പറയാം, അത് പഠിച്ചു വന്നാൽ ആ മധുരം അത് വലിയ മധുരമാണ്. അറിവ് നേടുക എന്ന് പറയുന്നത് അതൊരു ലദ്ദത്തുണ്ട്, അതൊരു രുചിയുണ്ട്, ആസ്വാദനമുണ്ട്. അതിലിറങ്ങിയ ആളുകൾക്കാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഹൃദയങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ റൂഹുള്ള ആളുകളാകുന്നത് അതുകൊണ്ടാണ്. ഹൃദയത്തിൻ്റെ വെളിച്ചം അതിലാണുള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആനും സുന്നത്തും ഒരാൾ പഠിച്ചാൽ ഒരാൾ തൻ്റെ ഫിത്രത്തിനെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഫിത്ര, അള്ളാഹു നമുക്ക് നൽകിയ ഫിത്ര, ശുദ്ധ പ്രകൃതിയെ വളർത്തിക്കൊണ്ടുവരികയാണ് ഒരാൾ ഖുർആനും സുന്നത്തും പഠിച്ചാൽ ചെയ്യുന്നത്. നിന്റെ സ്വാഭാവികതയെ നീ വളർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അറിവ്, ഇസ്ലാമിലെ നിയമങ്ങൾ പഠിക്കുന്നതിന് ഒരിക്കലും ഒരാൾക്ക് എന്ത് തോന്നുകയില്ല. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അത് ഹലാലാകേണ്ടിയിരുന്നു, ഹലാലാക്കിയ ഒരു കാര്യം അത് ഹറാമാകേണ്ടി എന്ന് തോന്നുകയില്ല. അള്ളാഹു യഥാർത്ഥ അറിവിൻ്റെ ആ പ്രകാശം നിന്റെ ഹൃദയത്തിൽ ഇട്ട് തന്നാൽ, മറിച്ച് പഠിക്കുന്നതിന് അവനവൻ്റെ ഫിത്രത്ത് വളർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന നസല ഫീ ജദ്രി ഖുലൂബിർ റിജാൽ ثم علموا من الكتاب ثم علموا من السنة. إن الإيمان نزل في جذر قلوب الرجال. ഈമാൻ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അടിവേരിലിറങ്ങിയ കാര്യമാണ്. ثم علموا من الكتاب, പിന്നെ അവർ ഖുർആനിൽ നിന്ന് അത് പഠിച്ചു. ثم علموا من السنة, പിന്നെ സുന്നത്തിൽ നിന്ന് അത് അവർ പഠിച്ചു. അതാണ് അള്ളാഹു ഖുർആനിൽ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞത്. അള്ളാഹു ഖുർആനിൽ സൂറത്തു നൂറിൽ പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അത് മുഅ്മിനിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്, മുഅ്മിനിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. കാരണം അവൻ്റെ ഹൃദയം നേരത്തെ തൗഹീദ് കൊണ്ട്, അവൻ്റെ ഫിത്രത്തിൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശം നിറഞ്ഞത് തന്നെയാണ്. തൗഹീദ്, ഇസ്ലാം, അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതമാണ്. പിന്നീട് അവൻ അതിനു പുറമെ ഖുർആനും സുന്നത്തും പഠിക്കുകയും ചെയ്താൽ അവൻ്റെ ഫിത്രത്ത് അതാ വളരുന്നു, അവൻ്റെ വെളിച്ചം, ഹൃദയത്തിലെ വെളിച്ചം ഇരട്ടിയാകും. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. ഈ അവസ്ഥയിൽ അവൻ എത്തിച്ചേരുന്നു. അതുകൊണ്ട് നോക്കൂ, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഫിത്രത്ത് വളർത്തുന്ന, നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന, മൃഗങ്ങളിൽ നിന്ന് വേർപെടുത്തുന്ന, ഔന്നത്യം നൽകുന്ന, എല്ലാ ഖൈറിനും കാരണമാകുന്ന കാര്യമാണ്.